Hi friends, welcome to my venue. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കോട്ടൺ ആണ് കേട്ടോ കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഇനി സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നല്ല ചൂടൊക്കെ ആയിട്ട് തുടങ്ങി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി കോട്ടണിൽ തന്നെ കുറച്ച് ഒരു ഫ്രോക്ക് പോലെയൊക്കെ വേറെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരു ഫ്രോക്ക് പോലെയൊക്കെ എന്ന് വെച്ചാൽ സിംഗിൾ ഒരു ബോട്ടം ചെറിയതായിട്ട് വേറെ ചെയ്തായിട്ട് അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിലേക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കഴിച്ച് നമ്മൾ റെഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. ഇതിനകത്ത് സിഗ്സാഗ് വന്നിട്ട് ഇതുപോലെ ഇതിനാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട് ആഷിലോട്ട് ഇതുപോലെ സിഗ്സാഗ് വന്നിട്ട് ഇത് കണ്ടോ നമ്മൾ ഇതിനകത്തോട്ട് 2 ലെയർ ബ്ലാക്ക് ഇത് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തേക്കുന്നതാണ്. ഇതുപോലെ ഒരു ചെറിയൊരു ബോർഡർ ആയിട്ട് ബ്ലാക്കും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈഡിലോട്ടും ഇതുപോലെ ഇതുപോലെ ഒരു ബോക്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഒരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്യാദേഴ്സ് അല്ല പ്ലീറ്റ്സ്. ഗ്യാദേഴ്സ് വരുമ്പോൾ നമുക്ക് ഇത്തിരി വണ്ണം തോന്നും ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ. പക്ഷെ നമ്മൾ അവിടെ കോട്ടണിലും അതേപോലെ പ്ലീറ്റ്സാണ് കൊടുത്തേക്കുന്നത്. ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ലെങ്ത് 48 വരുന്നുണ്ട്. എ ലൈൻ പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിന്റെ സെയിം ടോൺ തന്നെ ബോട്ടം വേണം എന്നുള്ളവർക്ക് പറഞ്ഞാൽ മതി. ഞാൻ അതൊന്ന് കാണിച്ചു തരാം, കാരണം അധികം പീസസ് ഇല്ല. ടോൺ തന്നെ ബോട്ടം ഇതുപോലെ ഉണ്ട്. ടോൺ ടു ടോൺ ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ കുറച്ച് ഓവറാവും രണ്ടും കൂടെ ഒരേപോലെ വരുമ്പോൾ. അതിൽ നേരം ഇതുപോലെ ബ്ലാക്ക് ഒരു സെമി പലാസ പോലെ വേറെ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അതെല്ലാം സെയിം തന്നെ വേണം എന്നുള്ളവർക്ക് ഇതുപോലെ ബോട്ടം ഉണ്ട്. ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. ഇതാണ് ടോപ്പിന്റെയും ഡിസൈൻ വരുന്നത്. കണ്ടോ, നമ്മൾ ഈ സൈഡിലോട്ട് ചെറിയൊരു കോഡൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. ഒരു നല്ല വെറൈറ്റിയാണ്. നല്ല ഇതുപോലെ നെക്ക് വൈഡ് റൗണ്ട് നെക്ക് വെച്ചിട്ട് ചെറിയൊരു ഈ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പാറ്റേൺ. പിന്നെ വന്നിട്ട് ഇത് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് കുറച്ചും കൂടെ മെറ്റീരിയൽ കിട്ടിയപ്പോൾ ഞാനിത് ചെയ്തതാണ്. ഇത് നമ്മുടെ ഫുൾ ലൈനിങ് ആണ്. എ ലൈൻ വിത്ത് ഫുൾ ലൈനിങ് കൊടുത്തേക്കാണ്. നിങ്ങൾക്ക് അറിയാലോ എ ലൈനിലോട്ട് കോട്ടൺ ഫുൾ ലൈനിങ് കൊടുത്തേക്കുന്നത് എങ്ങനെയാണ്. അതിന്റെ ഇതുപോലെ നെക്ക് ഇതേപോലെ നല്ല സ്കാൽപ്പൊക്കെ കൊടുത്തിട്ട് ഇതാ കൊടുത്തേക്കുന്നത്. ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. ബാക്ക് സൈഡ് ഇതേപോലെ വരും. ലെങ്ത് 47 വരുന്നുണ്ട്, 48 വരുന്നുണ്ട്. പിന്നെ അതിന്റെ തന്നെ വേറെ ഇത് വൈറ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു. ഇത് വി കോളർ വെച്ചിട്ട് ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത്. കണ്ടോ, നല്ല രസമാട്ടോ. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ കോമ്പിനേഷൻ ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെയാണ് അതിന്റെ പ്രിന്റ് വരുന്നത്. ഇതിനകത്തോട്ട് ഈ വി കോളറിലോട്ട് ഇതുപോലെ പിൻടെക്ക് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു ഡിസൈൻ ആയിട്ട് അത്. പിന്നെ ഇതുപോലെ തന്നെ എ ലൈൻ വിത്ത് നമുക്കൊരു സിംഗിൾ ആയിട്ട് കുർത്തി പോലെയും ഫ്രോക്കായിട്ടും വെയർ ചെയ്യാൻ പറ്റി എ ലൈനിലോട്ട് ഇതുപോലെ ചെയ്തേക്കുന്ന ഈ ഒരു പ്രിന്റ്. ഈ പ്രിന്റ് ക്ലോസ് ആയിട്ട് കണ്ടോ, ആ ഒരു ബർഗണ്ടി ടോണിലോട്ട് ചെറിയ ഡിസൈൻ അതിനകത്തും വരുന്നുണ്ട്. ഇത് നമ്മൾ ഹാഫ് ലൈനിങ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ട്. നമുക്കൊരു സിംഗിൾ ഫ്രോക്ക് പോലെ വെയർ ചെയ്യാം. താഴെ ചെറിയൊരു ഷോർട്ട് ആയിട്ടുള്ള സെമി പലാസോ ഒക്കെ വെയർ ചെയ്തിട്ട് ഇതിന്റെ നെക്ക് കണ്ടോ ഇതുപോലെ നല്ല ഡിഫറെന്റ് ആയിട്ട് ഇതുപോലെ നല്ല സ്കാൽപ്പൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. എൽബോ സ്ലീവ് വരയ്ക്കുമാണ് ചെയ്തേക്കുന്നത്. എൽബോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ താഴോട്ട് നിൽക്കും. അപ്പോൾ ഫുൾ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ ഹാഫ് ആണ് കൊടുത്തിരുന്നത്, ഫുൾ ലൈനിങ് ആണ്. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വേറെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പം പീസ് തീർന്നു പോയായിരുന്നു. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതുപോലെ ഇതിന്റെ വി കോളറിലോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല അടിപൊളിയാണ്. ബ്ലാക്ക് നമ്മളൊരു ബോട്ടം കൂടെ പെയർ ചെയ്ത് സെമി പലാസോ ബോട്ടം വെയർ ചെയ്ത് നല്ല രസം. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇതിനും ഞാനൊരു ആംഗിൾ ലെങ്ത് ബോട്ടം ആണ് വേറെ ചെയ്തേക്കുന്നത്. ഇതുപോലെ സെമി പലാസോ ആയിട്ട് ഇതിന് സെന്ററിൽ ഒരു കട്ടിങ് ഉണ്ട്. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കോഡ് സെറ്റ് ആണ് കേട്ടോ. ഇത് ഷർട്ട് കോളർ പാറ്റേണോട് ചെയ്തിട്ടുണ്ട്. വിത്ത് ഹാഫ് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. സെയിം കളർ തന്നെ ബോട്ടവും ഉണ്ട്. ഇതുപോലെ കണ്ടോ, സെയിം കളർ ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഓക്കെ, അപ്പം ഇനി ഒരു ബ്ലൂ കൂടി ഉണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. നേരത്തെ വേറെ ചെയ്തതിന്റെ ഇതാണ് കേട്ടോ പ്രിന്റും. ഇതിന്റെ സൈഡിലോട്ടുള്ള ഈ പാച്ച് കൊടുത്തേക്കുന്നത്. കാരണം നമ്മൾ സിമ്പിൾ ആണെങ്കിലും അത്രയും ഫിനിഷിങ്ങിലാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇത് നല്ല ബ്ലൂ കളറിലോട്ട് നെക്ക് ഇതേപോലെ വീനെക്ക് വെച്ചിട്ട് ചെറിയൊരു ഇതുപോലെ നല്ല സ്കാൽപ്പൊക്കെ കൊടുത്തിട്ട് കോട്ടൺ ആണ് ഫാബ്രിക്. ഹാഫ് ലൈനിങ് ആണ് ഇതിനും കൊടുത്തേക്കുന്നത്. ഇതിന്റെ ബോട്ടം ഞാനിപ്പോൾ വേറെ ചെയ്തിട്ടുണ്ട്. കേട്ടോ, നമ്മളിങ്ങനെ ബോട്ടം ഒരു താഴെ ഒരു സെമി പലാസ ആയിട്ട് നിൽക്കുന്നത് ഭംഗി. കുറച്ചും കൂടെ വേണമെങ്കിൽ ഇറക്കിയിടാം. കുറച്ച് ബോട്ടം കാണുന്ന രീതിയിൽ ഇട്ടാൽ മതി. ഇത് പിച്ചിന് കയറിപ്പോയി. ഓക്കെ, ലെങ്ത് 48 വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് 7 to 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ലിമിറ്റഡ് പീസസേ ഉള്ളൂ. അപ്പം വേണം എന്നുള്ളവർ ആദ്യം ബുക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്